ഏതെങ്കിലും ഒരു ക്ലോസറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റിൽ നിന്ന് ഇത്ര സുന്ദരമായിട്ടുള്ളൊരു വ്യൂ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും നാട്ടിൽ കണ്ടിട്ടുണ്ടോ? അത് കാണണമെങ്കിൽ നമ്മളിതാ ഇങ്ങോട്ട് വരണം കേട്ടോ. നൈസാണ്. ഹലോ, നമസ്തേ. നിങ്ങൾക്കുണ്ടല്ലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇങ്ങ് കടലിന് നടുവിലുള്ള നമ്മളുടെ ബജോ പീപ്പിളിൻ്റെ വീട്ടിൽ നിന്ന് സ്വാഗതമുണ്ട്. ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഹോം ടൂറുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. കടലിനു മേലെ തൂണുകളുണ്ടാക്കി അതിലാണ് ബജോയിലെ ആളുകൾ താമസിക്കുന്നത്, ഈ ബജോ ട്രബിൽപ്പെട്ട ആളുകൾ. അപ്പം ഇവരുടെ ഈ ഒരു വീട് എങ്ങനെയാണ്, ഇതിൻ്റെ വീടിനുള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്, പിന്നെ അടുക്കള, ബാത്റൂമിനൊക്കെ ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിലുള്ളത്. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും. ഈ കാണുന്ന വീട് എനിക്കിപ്പം സ്വന്തമായിട്ട് ഇവിടെ ഈ ഒരു കടലിന് മേലെ കിട്ടിയേക്കുന്നതാണ്. അപ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ഈ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. അതുകൂടാതെ ഈ വീട് മാത്രമല്ല, ഇവിടെയുള്ള മറ്റു പല വീടുകളും നമ്മൾ പോയി കാണുന്നുണ്ട്. അവിടെ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ആ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ആദ്യമേ നമുക്ക് നമ്മളുടെ വീടിൻ്റെ അടിത്തറയിൽ നിന്ന് തന്നെ തുടങ്ങാവേ. ഇവിടെ വീടുണ്ടാക്കുമ്പോൾ വീടിങ്ങനെ ആദ്യമേ കടലിൽ കുഴി കുഴിച്ച് മരം കൊണ്ട് തൂണുകൾ നാട്ടും. മരത്തിൻ്റെ തൂണുകളാണ് ആ കാണുന്നതൊക്കെ. ഇതുപോലെ അത്ര ഒരു സൈഡിൽ ഒരു 4-5 തൂണൊക്കെ ഉണ്ടാവുക. അങ്ങനെ 10-15 തൂണിൻ്റെ പൊക്കത്തേക്കായിരിക്കും വീടിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതുണ്ടാവുക. അപ്പം അങ്ങനെ ഒരു തൂണുണ്ടാക്കി അതിന് മേലെ ഇതുണ്ടോ മരം കൊണ്ട് ഇങ്ങനെയൊരു ബേസ് കൂടി ഉണ്ടാക്കും. മേൽക്കൂര വന്നിട്ട് ഇതുണ്ടെങ്കിൽ ഓല കൊണ്ടാണ് മേഞ്ഞിട്ടുള്ളത്. പണ്ട് കാലത്ത് പുരാതന കാലം മുതലേ ഇവരിങ്ങനെ തന്നെ ഓല കൊണ്ട് തന്നെയാണ് മേഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നീട് ഇപ്പം ആസ്പെറ്റോസുകൾ, കളർഫുൾ ആസ്പെറ്റോസുകൾ, അതുകൂടെ ജിയോ ഷീറ്റ്, അങ്ങനെയല്ല പറയുക, ജിയോ ഷീറ്റ്, അതല്ലെങ്കിൽ തകരപ്പാട്ട, തകര ഷീറ്റുകളൊക്കെയാണ് പലരും ആക്കുന്നത്. ഈ വീടുകളെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള മരപ്പാലമാണ് ഉണ്ടാവുക. അപ്പോൾ പാലത്തിലൂടെ നമ്മളുടെ വീട്ടിലെ ചേച്ചി വരുന്നുണ്ട്. ചേച്ചി ഇവിടെ പണിക്ക് നിൽക്കുന്നതാണെന്ന്. ഹലോ. കെറോസിൻ മണ്ണെണ്ണയാണ് കേട്ടോ അത് തൂക്കി വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലോട്ട് കിടക്കാം. വീടിൻ്റെ ഇതുപോലുള്ള മെയിൻ വഴികൾ ഈ ഒരു ടൈപ്പ് ചെറിയ പാലങ്ങൾ വെച്ചിട്ട് വീടുമായിട്ട് കണക്ട് ചെയ്യും. എല്ലാ വീടിനും നമുക്കത് കാണാം. ഇവിടെ വെച്ചേക്കുന്നുണ്ടല്ലോ ശരിക്കും ഒരു തോണിയാണ്, പഴയ തോണി. അത് പോയപ്പോൾ അത് പൊളിച്ചിട്ട് പാലമാക്കി മാറ്റിയേക്കുന്നതാണ്. നടക്കുന്ന നടത്തത്തിലുണ്ടല്ലോ സൂക്ഷിച്ചും കണ്ട് നടന്നില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലോട്ടായിരിക്കും വീഴും. അതുകൊണ്ട് എപ്പോഴും അത് നമ്മൾ കെയർഫുള്ളായിരിക്കണം കേട്ടോ. അങ്ങനെ കയറി നമ്മൾ വന്നു കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു ബാൽക്കണി ഏരിയ ആണ്. കണ്ടോ നിങ്ങൾ? നൈസല്ലേ? നല്ല രസമാണ് ഇങ്ങനെ ഈ ഒരു ബാൽക്കണി ഏരിയയിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ വന്ന് നിന്ന് താഴോട്ടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും മീനുകൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുക. മീനുകളുടെ ഒരു വലിയ കൂട്ടം തന്നെയായിരിക്കും കേട്ടോ. അത് രസമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു വീടിനുണ്ടല്ലോ അപ്പുറത്ത് മറ്റേ ഒരു വീടുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് വേറൊരു പാലം കൂടിയുണ്ട്. അപ്പം ആ പാലം ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ദെൻ ഈ രണ്ട് വീടിൻ്റെയും ഇടയ്ക്ക് വന്നിട്ട് ഒരു ഗ്യാപ്പാണ് വന്നിട്ടുള്ളത്. വെള്ളം പിന്നെ താഴെ കൂടി ഞാൻ പറഞ്ഞില്ല, മീൻ കൂട്ടങ്ങൾ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ശരിക്കും ഉണ്ടല്ലോ വേലി ഏറ്റമല്ല, വേലി ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വെള്ളം കുറവാണ്. ശരിക്കും ഉണ്ടല്ലോ വെള്ളം ഈ കാണുന്ന ഓടക്കൊമ്പില്ലേ അതിൻ്റെയൊക്കെ മേലെയായിട്ട് അവിടെ ഒരു കെട്ട് കാണുന്നുണ്ട് നിങ്ങൾ. അത്രയും പൊക്കത്തിലൊക്കെ വെള്ളം വരും കേട്ടോ. ഇപ്പം വെള്ളം കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇനിയിപ്പോൾ മൊത്തം വലിയും, അങ്ങനെ സംഭവിക്കുക. പിന്നെ ഓരോ വീടുകളുടെ അടിയിലാണ് ആ വീട്ടുകാരുടെ തോണി വന്നിട്ട്, അല്ലെങ്കിൽ തോണിയോ ബോട്ടോ, ഇവർ കുറച്ച് റിച്ചാണ്, അതുകൊണ്ട് ഇവർക്ക് യന്ത്രവൽകൃത ബോട്ടുണ്ട്, അല്ലെങ്കിൽ നോർമൽ തോണിയായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിടുക കേട്ടോ. അങ്ങനെയാണ്. ആ ഒരു വീട്ടിലാണെങ്കിൽ അവർക്ക് തോണി പോലുമില്ല, ഒന്നുമില്ല. അതുകൊണ്ടെങ്കിൽ അതൊരു സാധാരണ പാവപ്പെട്ട കുടുംബമാണ്. അവരുടെ ഭിത്തി വരെ തകര ഷീറ്റ് കൊണ്ടാണ് മേഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭിത്തി വന്നിട്ട് ബാമ്പു കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് ബാമ്പും പലകയൊക്കെ നോർമലി ഡിപ്പെൻസ് ആളുകളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അടിക്കും. ഓക്കെ, ഇത്രയായില്ലേ? ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് ഭാഗത്തേക്ക് പോകാം. ഹോം ടൂർ. ഡോറ് വന്നിട്ട് ബാമ്പു കൊണ്ട് തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ്. ദെൻ അതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ രസമാണ് കേട്ടോ, അത് നിങ്ങൾ നോക്കണ്ട. വിശാലമായിട്ടുള്ളൊരു സെൻട്രൽ ഹാളാണ് കേട്ടോ നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. കറണ്ടിന് വേണ്ടിയിട്ട് അപ്പുറത്തുനിന്ന് വീട്ടിൽ നിന്നൊരു കണക്ഷൻ എടുത്തേക്കാണ്. അതിങ്ങനെ വന്നിട്ട് ഒരു പ്ലഗ് ഉണ്ട്, ഇതിൻ്റെ അകത്തൊക്കെയാണ് കണക്ട് ചെയ്ത് ഞാൻ ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നത്, ക്യാമറയൊക്കെ കേട്ടോ. അത് ഒറ്റ ബൾബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കാരണം കറണ്ടൊക്കെ അമൂല്യമാണ് ഇവിടെ. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഭിത്തിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഭിത്തി
വെറുതെ പാമ്പ് കൊണ്ടല്ല, ആദ്യമേ മരം കൊണ്ട് ഇതുപോലെ ചതുരത്തിലുള്ള ഫ്രെയിമുകൾ അടിച്ച് സെറ്റാക്കിയതിന് ശേഷം അതിന് പൊക്കത്താണ് ഭിത്തി ഉണ്ടാക്കുന്നത്. വീണ്ടും നമ്മൾ അകത്തേക്ക് വരുവാണെങ്കിൽ ചെറിയൊരു റൂം പോലത്തെ ഭാഗം, ഡ്രസ്സൊക്കെ അലക്കിയിടാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതൊരു സിംഗിൾ ബെഡ്റൂം ഹോമാണ്. ഈ ഒരു ബെഡ്റൂമിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതാണ് ബെഡ്റൂമിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അവിടെ നിന്നും പ്ലഗിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഒരു ഫാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബെഡ്റൂമിൽ ബെഡ് വന്നിട്ട് നിലത്താണ് ഇട്ടേക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. എന്തുകൊണ്ടെങ്കിൽ ബെഡ്റൂമിൻ്റെയൊക്കെ താഴോട്ട് നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളമാണ്, ഫുള്ള് ഗ്യാപ്പാണ്, മൊത്തം വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കുക. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ഈ ചെറിയ ഐറ്റംസ് ഇല്ലേ, ചെറിയ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു പേടി വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിലത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വെള്ളത്തിലോട്ടാണ് പോവുക. ചിലപ്പോൾ മീനൊക്കെ കൊത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തീർന്നു. അപ്പം ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇവിടുത്തെ ഓരോ വീട്ടിലൂടെ നടക്കുമ്പം. അതുകൂടാതെ ഇവിടെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് ജനലേ. ജനലിങ്ങനെ ഈ ഒരു പാളി പോലെയുള്ള സാധനമാണ്. ഇതിങ്ങനെ കൊമ്പിലിങ്ങനെ കുത്തി വെച്ചിട്ടാണ് ഉള്ളത്. അപ്പം ഈ ജനൽ വഴി നമ്മൾ പുറത്തോട്ട് നോക്കുമ്പം കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. കണ്ട നല്ല സുന്ദരമായിട്ടുള്ള കടൽ, എങ്ങും കടൽ. ഇനി ബെഡ്റൂമിൽ നിന്നും ഞാൻ നിങ്ങളെ അതീവ രസകരമായിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അത് ഈ ഒരു വീടിൻ്റെ ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് എല്ലാം ഇവിടെയൊന്നും ഉള്ളിലൊന്നും ഈ ഡോറൊന്നുമില്ല, ഇതുപോലത്തെ തുണി മുറിച്ചിട്ടേക്കുവാണ്. അപ്പം അത് തുറന്നു വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. ടോയ്ലറ്റ്, യെസ്, ഇതാണ് കേട്ടോ നമ്മളുടെ ടോയ്ലറ്റ്. നോക്കി നിങ്ങൾ, ക്ലോസറ്റ് കാണാൻ താല്പര്യമുണ്ടോ? ആരും പേടിക്കൊന്നും വേണ്ട, കാരണം അത്രയ്ക്ക് വൃത്തികേടൊന്നുമില്ല. ഇത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു, ഞാൻ കണ്ടതിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ടോയ്ലറ്റാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടോയ്ലറ്റിൻ്റെ ആ ഒരു ക്ലോസറ്റിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ പലകയാണ് കേട്ടോ, ഒരു മരപ്പലകയുടെ നടുക്ക് വന്നിട്ട് ഇങ്ങനെയൊരു തുള. ഈ തുളയിൽ കൂടി താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ച കണ്ടെങ്കിൽ കടലും പവിഴപ്പുറ്റും മീനൊക്കെ ഉണ്ട്. മീനൊക്കെ പോകത്തില്ലേ? മീനെ നോക്കിയിട്ട് നമുക്ക് കാര്യം സാധിക്കാം. അതാണ് ഏതെങ്കിലും ഒരു ക്ലോസറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റിൽ നിന്ന് ഇത്ര സുന്ദരമായിട്ടുള്ളൊരു വ്യൂ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും നാട്ടിൽ കണ്ടിട്ടുണ്ടോ? അത് കാണണമെങ്കിൽ നമ്മളിതാ ഇങ്ങോട്ട് വരണം കേട്ടോ. നൈസാണ്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് വ്ളോഗ് കാര്യം സാധിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിചാരിക്കും താഴെയുള്ള വെള്ളം മോശമായി പോകില്ലേ. ഇവിടെ കുറേ വീടുകളുണ്ട്. അപ്പോൾ ഈ ഒരു വീടുകളിൽ നിന്നൊക്കെ എല്ലാവരും ഇത് തന്നെ ചെയ്യുന്ന സമയത്ത് മോശമാവില്ല എന്നേ. പക്ഷേങ്കിൽ ഇത് താഴെ വീഴാൻ വേണ്ടിയിട്ട് മീനുകളും മറ്റ് സാധനങ്ങളും സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചാടിപ്പിടിച്ച് കളയും. ഇവിടെ പിന്നെ ഉണ്ടല്ലോ വേറൊരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാവിലെ മോർണിംഗ് ടൈമൊക്കെ ആവുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ടൈം ഉണ്ടല്ലോ, പർട്ടിക്കുലർ റൊട്ടീൻ ടൈം. അപ്പം അപ്പം ഇടുന്ന റൊട്ടീൻ ടൈമൊക്കെ ആവുന്ന സമയത്ത് ഇവിടെ ലക്ഷക്കണക്കിന് ഒരു കറുത്ത മീനുകളുടെ ഒരു കൂട്ടമുണ്ട്. കാണാൻ ഭയങ്കര രസമാണ്. ആ ഒരു മീനുകളുടെ കൂട്ടം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എല്ലാ വീടിൻ്റെയും അടിഭാഗത്തുകൂടിയൊക്കെ ഉണ്ടാവും. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും കാര്യം സാധിച്ചതിൻ്റെ അപ്പം തന്നെ ഈ സാധനങ്ങൾ സെക്കൻഡ് വെച്ചിട്ട് ഇല്ലാണ്ടാവും. കാരണം ഈ മീനുകൾ പിരാനക്കൂട്ടം വരുന്ന പോലെയാണ്. ഇതുങ്ങളങ്ങോട്ട് പിടിക്കും, ഇതുങ്ങളങ്ങോട്ട് തീർക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളം ഒരിക്കലും മോശമായി കിടക്കില്ല, എപ്പോഴും വെള്ളം ക്ലീൻ ആയിരിക്കും. പിന്നെ ഉണ്ടല്ലോ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനേ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കയറി അവിടെ ഇരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് താഴെ കൂടി ഒരു പാമ്പ്, അതായത് കടൽ പാമ്പ്. ശരിക്കും ഒരാളിനേക്കാൾ ഹൈറ്റിലുള്ള വ്യത്യാസമുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ. ഒരാളല്ല, 1.5 ആൾ ഹൈറ്റിലുണ്ടാവും. എന്നാലൊരു പാമ്പ് ഇങ്ങനെ പോകുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ പെട്ടെന്നൊരു പേടി, ദൈവമേ ഈ പാമ്പെങ്ങാനും ചാടി പിടിച്ചാലോ എന്നുള്ളത്. അങ്ങനെ ചില സാധനങ്ങളൊക്കെ, രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ. ഞാനേ പറഞ്ഞു തീർന്നില്ല. ആ കറുത്ത മീനുകൾ വട്ടം കറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം ഞാൻ നിങ്ങളെ. ഇതുണ്ട് നിങ്ങൾ, ഇവിടെ നമ്മുടെ കറുത്ത മീനുകളുടെ ലക്ഷക്കണക്കിന് മീനുകളുടെ കൂട്ടം. അത് നിങ്ങളിങ്ങനെ കറങ്ങി ആ വീടിൻ്റെ അടിയിൽ ക്ലീനിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അവിടെ മൊത്തം കറങ്ങി. ഇത് ചെറിയൊരു കൂട്ടമാണ് കേട്ടോ. ശരിക്കും ഇതുങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ മുഴുവൻ നമുക്ക് അടിഭാഗം കാണാത്ത രീതിയിൽ ഫുള്ള് മീനുകളായിരിക്കും കേട്ടോ, ഈ ചെറുതുങ്ങളെ. ഈ വീടിൻ്റെ ഇവിടെ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണാം. ഇത് കേട്ടോ നിങ്ങൾ, ഇവർ പവിഴപ്പുറ്റൊക്കെ കൊണ്ടുവന്നിട്ട്, കടലിൽ നിന്ന് കൊണ്ടുവന്ന പവിഴപ്പുറ്റാണ്. ഇതിവിടെ ജസ്റ്റ് വീട് അലങ്കരിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ഇത് വന്നിട്ടൊരു മത്സ്യകന്യക, മുഖന്തി. ഇത് വന്നിട്ടൊരു മത്സ്യകന്യകയാണ് കേട്ടോ. ഇവിടെ പവിഴപ്പുറ്റ് മാത്രമല്ല വേറെ സാധനങ്ങളുണ്ട്. ഇതുകൊണ്ടോ വലിയ ചിപ്പി, ഇതിന് ചിപ്പി എന്നല്ല പറയുന്നത്, യെസ് ചിപ്പി.
അതുകൂടാതെ ഇവിടെ കണ്ടോ നിങ്ങൾ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഏറ്റവും വലിയ ചിപ്പിയാണിത് കേട്ടോ. എന്നാ വലിപ്പം എന്ന് പറയുന്നത് ഒരു ചിപ്പിക്ക്. നല്ല വെയിറ്റും, ഒരു 2 കിലോയൊക്കെ മേലെ ഉണ്ടാവും. 2 പോരാ. എന്നിട്ട് ആ ചിപ്പിയുടെ മേലെ വന്നിട്ട് പുഴപ്പിട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. യെസ്. അതുകൂടാതെ വേറെ എന്തോ ഒരു കക്കയുടെ വലിയ ഷെല്ലാണ് ഈ കാണുന്നത്. അതുകൂടാതെ വേറെയും കുറേ ചിപ്പികൾ, ശംഖുകൾ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവർ വെച്ചിട്ടുണ്ട്. ഒരെണ്ണമൊന്നുമല്ല, അത് വേറെ ഇതുണ്ട്, ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. ഇതെല്ലാം കടലിൽ പോയിട്ട് പിടിച്ചിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. ഇതിനോട് ചേർന്ന് തന്നെയുള്ള തൊട്ടടുത്തുള്ള മറ്റൊരു വീടിൻ്റെ കാഴ്ചയിലോട്ട് നമുക്ക് പോവാം. ഇവിടെ പിന്നെ ഉണ്ടല്ലോ ആൾക്കാർ, ഇതിപ്പോൾ കടലിലാണ് വീട് പണിതേക്കുന്നത്. കോൺക്രീറ്റിൻ്റെ തൂണുകളും ഇപ്പോൾ പണിയാറുണ്ട്. അതുകൂടാതെ മരത്തിൻ്റെയും പണിയാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ കടലിൽ കിടക്കുന്ന ഈ പവിഴപ്പറ്റുകൾ കൊത്തിപ്പെറുക്കി എടുത്തിട്ട് അത് കല്ല് പോലെ ഉണ്ടാവും. ആ കല്ല് കൊണ്ട് വീടിൻ്റെ അടിഭാഗത്തൊക്കെ ഇതുപോലെ തറ കെട്ടുന്ന പരിപാടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ തറ കെട്ടി കുറച്ച് മണ്ണുഭാഗം പൊക്കിയെടുത്തിട്ട് അവിടെ വന്നിട്ട് ഇവരുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, കുക്കിങ്ങിന് വേണ്ട പരിപാടികൾ, ഇതുണ്ട് ഔട്ട്ഡോർ കുക്കിങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു കടലിൽ, ചുറ്റും വെള്ളമാണ്, ഈ ഒരു കടലിൽ അവരിങ്ങനെ മണ്ണിട്ട് പൊക്കുക എന്നതിന് പകരം നമ്മളുടെ പവിഴപ്പുറ്റുകളിട്ടിട്ട് ഈ കടലിൽ നികത്തിയെടുക്കുന്നൊരു പരിപാടി കൂടി ചെയ്യുന്നുണ്ട്. എന്നാലും മോസ്റ്റ് ഓഫ് ദ വീടും വെള്ളത്തിൽ തന്നെയാണ്. ഇതുണ്ട് അവിടെ ആ ഒരു വീടിൻ്റെ അടിഭാഗം മുഴുവൻ അവരങ്ങനെ ഈ ഒരു പുറ്റ് വെച്ചിട്ട് പൊക്കിയെടുത്തേക്കുന്നതാണ് കേട്ടോ. നൈസല്ലേ. പിന്നെ അവരുടെ തൂണ് വന്നിട്ട് കോൺക്രീറ്റാണ്. അതുകൂടാതെ അവരുടെ ഭിത്തി വന്നിട്ട് പ്ലൈവുഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേ ഈ ഉപ്പുവെള്ളത്തിലൊന്നും പ്ലൈവുഡൊന്നും അധികം നാൾ നിൽക്കത്തില്ല കേട്ടോ. ഇത് നമ്മളുടെ ഹോം സ്റ്റേയുടെ പുള്ളിക്കാരൻ്റെ വീടാണ്. അവർ അത്യാവശ്യം നല്ല ക്യാഷൊക്കെ ഉണ്ട് അവർക്ക്. അതുകൊണ്ടാണ് ഇവർക്ക് കുറച്ച് കരഭൂമിയും അതുപോലെ തന്നെ ഈ രീതിയിൽ ബീമൊക്കെ വാർത്തിട്ടുള്ള ഒരു വീടും കിട്ടിയത്. എന്നാലും ഇവരുടെ പഴയ വീട് അത് വന്നിട്ട് ഇപ്പോഴും ഉണ്ട്. അത് ഇവരുടെ കിച്ചണായിട്ട് മാറ്റിയേക്കുകയാണ്. അപ്പോൾ ആ ഒരു കിച്ചണിൻ്റെ ഭാഗം നമുക്ക് കാണാം. ഇവിടെ വീടിൻ്റെ മുൻഭാഗത്ത് ഇവർ പഴയ പൊട്ടിപ്പോയ എന്തോ പാത്രം, അതിൻ്റെ അകത്ത് മുളകും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഈ ഒരു പവിഴപ്പുറ്റിൻ്റെ മണ്ണിൽ നടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ വീട്ടിലോട്ടും കയറി പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഏണികളുണ്ടാവും. അപ്പം ആ ഒരു ഏണി വെച്ച പൊട്ടി നമ്മൾ മേലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഒരു ഹാള്, ഒരു ഔട്ട് സൈഡ് ഭാഗം, ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കയറി പോകാമെന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല, ചോദിച്ച് മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. ഇതാണ് ഇവരുടെ അടുക്കളയെ. ഈ സൈഡിലൊക്കെ എടുത്ത് വെച്ചേക്കുന്നതൊക്കെ വെള്ളമാണ് കേട്ടോ. ഫുള്ള് കരയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നേക്കുന്ന വെള്ളമാണ്. ഇത് ഇവരുടെ ഒരു റൂമാണ്. ഇതിപ്പോൾ വന്നിട്ടൊരു ഇവിടുത്തെ പുള്ളിക്കാരനുണ്ടല്ലോ, മീൻപിടുത്തം, മെക്കാനിക്കൽ പരിപാടി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളിവരുടെ ദിസ് ഈസ് യുവർ കിച്ചൺ. ഓക്കെ, കിച്ചണിലേക്കാണ് വന്നേക്കുന്നത്. ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട്, കാരണം ഒരുപാട് ഗസ്റ്റൊക്കെ വരുന്നില്ല, അവരപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിലാണ് ഇവരുടെ കുക്കിങ്ങിൻ്റെ സെക്ഷൻ നടക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ മീനാണ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. മീൻ വറക്കുവാണ് കേട്ടോ ഈ ചേച്ചിയെ. ഇവിടെ ഒരുപാട് വേറെയും പാത്രങ്ങളുണ്ട്. കുറച്ചധികം ആൾക്കാരൊക്കെ വന്ന് നിൽക്കുമ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ. അതുകൂടാതെ ഇവർ ഈ ഒരു സാധനങ്ങളൊക്കെ കഴുകുന്നതും വൃത്തിയാക്കുന്നതുമൊക്കെ ഇവിടെ തന്നെ ഇരുന്നിട്ടാണ്. അന്നേരം ഇപ്പോൾ ഈ പലക ഉണ്ട്, ഈ ഒരു താൽക്കാലികമായിട്ട് വെച്ചേക്കുന്ന പലക, ഈ ഒരു പലക എടുത്ത് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലീൻ ചെയ്യുന്ന ആ സാധനങ്ങളൊക്കെ ഇതുവഴി തന്നെ നമുക്ക് ഇതിലോട്ടിടാം, കടലിലോട്ടിടാം. കടലിലോട്ടിടുന്ന സമയത്ത് താഴെ കണ്ടങ്ങൾ ഇഷ്ടം പോലെ മീനുകളാണ്. ഇതുങ്ങൾ വന്ന് എല്ലാം കൊത്തി തിന്നോളും. വേറെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേറെ സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇവർ പിന്നെ ഇതുകൊണ്ട് ഈ ഒരു ഫ്ലോർ വന്നിട്ട് ചെയ്തേക്കുന്നത് മരം കൊണ്ടാണ്. ഇപ്പോൾ മരത്തിൻ്റെ സെറ്റപ്പാണ്, ഇവിടെ എല്ലാം മരമാണ്. ഇത് ഇവരുടെ ഒരു ഭക്ഷണം കഴിക്കുന്ന സെൻട്രൽ ഹാളിൻ്റെ പോലത്തെ ഒരു പോർഷനാണ്. ഇവർ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാൽക്കണി ഏരിയ ആണ്. ദിസ് ഈസ് ബാൽക്കണി. ഷീ ഈസ് ഓക്കെ നൗ? ഫീവർ ഈസ് ഓക്കെ? ഓക്കെ. കൊച്ചിന് പനിയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ആ മുഖത്തെ വെള്ള സാധനമൊക്കെ ഇത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ദെൻ ഇവിടെ നിന്ന് നേരെ പുറഭാഗത്തേക്ക് വരുമ്പോൾ ഇതിങ്ങനെയാണ്. ഇവർ കുറച്ച് ഭാഗം പവിഴപ്പുറ്റുകളിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും കടലാണ് കേട്ടോ. ഇതുണ്ട് നല്ല ഓപ്പൺ ആയിട്ടുള്ള ഭാഗം. ദെൻ അവിടെ നമുക്ക് അടുത്ത വീടുകളും കാണാം. ആ വീടുകളിലോട്ടൊക്കെ പോകേണ്ട പ്രധാനപ്പെട്ട പാലങ്ങൾ കണ്ടോ, പാലവും കാണാവേ. ആ പാലത്തിൻ്റെയൊക്കെ തൂണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് തൂണുകളാണ്. ഇവിടെ പിന്നെ അങ്ങ് ദൂരെയായിട്ട് ഇതുണ്ടോ, ഇതെല്ലാം കടലിങ്ങനെ കയറി വരുന്നേക്കുന്നതാണ്. അവിടെ ആ ചേട്ടൻ എന്തോ കഴുകുകയോ വൃത്തിയാക്കുകയോ എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിൽ പിന്നെ ഉണ്ടല്ലോ ഒരു പൂച്ചയുണ്ട്. പൂച്ചകൾക്ക് പിന്നെ ലോകത്തിലെ എല്ലാ നാട്ടിലും ഒരു ഭാഷയാണ്. ഇതാണ് ഇവർ യൂണിവേഴ്സൽ. പൂച്ചകൾക്ക് മാത്രമല്ല എല്ലാ മൃഗങ്ങൾക്കും
ഇനിയിപ്പോൾ നമ്മളുടെ ഈ വീടിൻ്റെ അവിടെ നിന്ന് ബാക്കി വീടുകളുടെ അങ്ങോട്ടേക്ക് പോയിട്ട് മറ്റ് വീടുകളുടെ കാഴ്ച എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി നോക്കാവേ. അപ്പോഴത്തേക്കും ഈ ഒരു പെൺപിള്ളേരുണ്ടല്ലോ, അവരിത് അവിടെ കയറുന്നു, തോണിയിൽ കയറുന്നു, മറിയുന്നു, ചാടുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ഉച്ചയായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചൂടത്ത് വെള്ളത്തിൽ കിടക്കാൻ വേണ്ടി നല്ല രസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതുണ്ടാ എല്ലാ വീടിനും ഇതുപോലൊരു ചെറിയ തോണി വീടിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, വീടുമായിട്ട് ബന്ധപ്പെട്ട് തോണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൂടാതെ ഇവിടെ കണ്ടോ നിങ്ങൾ, ഇത് വീട്ടിലേക്ക് വേണ്ട വെള്ളം ഇതിവർ അപ്പുറം പോയി കരയിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇതുപോലുള്ള ക്യാനുകളിലായിരിക്കും വെള്ളം കൊണ്ടുവരിക, എന്നിട്ട് അതിവിടെ കൊടുക്കും. ഇത് പുള്ളിക്കാരൻ സ്വന്തം ബോട്ടായതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് വേറെ ചിലവൊന്നുമില്ല. അവിടം വരെ പോയി എടുക്കേണ്ട ഒരു ചിലവ് മാത്രമേ ഇവർക്ക് വരുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾ എങ്ങനെ കളക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കണം. നടക്കുന്ന നടത്തത്തിലുണ്ടല്ലോ, ഞാൻ ഈ ഒരു വാക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇതാണ് കേട്ടോ. ഞാൻ കാലിങ്ങനെ ഇത് ആ വെള്ളത്തിലേക്ക് ഇത് മുട്ടത്തില്ല, കാരണം വെള്ളം മേലോട്ട് കയറിയിട്ടില്ല. ഇങ്ങനെ ഇട്ടിട്ട് ഈ കാണുന്ന വീടുകളിൽ ഏത് വീട് നിങ്ങളെ കാണിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ്റെ പുറത്ത് ഇങ്ങനെ ഈ കാണുന്ന ഈ ഒരു ബ്രിഡ്ജിൽ ഇരിക്കുക കേട്ടോ. നോക്കട്ടെ ഏത് വീട് നിങ്ങളെ കാണിക്കും എന്നുള്ളത്. കുറച്ച് ചുറ്റും പിള്ളേരൊക്കെ വന്ന് ഇവരെ ഇന്നലെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവരെനിക്ക് പാട്ട് പാടിത്തരാമെന്ന് പറഞ്ഞു. Tarabina Maria Sitatana Tarabina Kabaton Tundiho Abitun Diho Yanehi. ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത കാണുന്ന ഈ ഒരു വീടുണ്ടല്ലോ, ഇത് വന്നിട്ട് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശത്ത് നിൽക്കുന്ന ഈ ഒരു വീടാണ് കേട്ടോ. കണ്ട നിങ്ങൾ കയറി വരുന്നത് ഇതുപോലത്തെ ചെറിയൊരു ബ്രിഡ്ജ്, അതിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇതാണ് കേട്ടോ ഈ വീടിൻ്റെ ചേട്ടനെ. ഹായ് അപ്പാ കബർ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇവർ കുറച്ചും കൂടി മരം കൊണ്ടൊക്കെയാണ് അതിൻ്റെ ഫ്ലോറൊക്കെ ചെയ്തേക്കുന്നത്. അത്യാവശ്യം വലിയ ഡോറ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിങ്ങനെ നേരെ കിടക്കുന്നത് ഒരു സെൻട്രൽ ഹാളിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് റൂമുകളാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക്. ഈ സെൻട്രൽ ഹാളിൽ നിന്ന് നേരെ മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറൊരു ഹാളാണ്. ഹായ്. ഇത് ഇവരുടെ മെയിൻ എന്താ പറയുക, ഒരു ഗസ്റ്റ് റൂം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഇത്. അത്യാവശ്യം ഇവിടുത്തെ വലിയ ഒരു റൂമാണ് കേട്ടോ. ഇപ്പോൾ സീരിയൽ, നമ്മളുടെ ഇന്തോനേഷ്യൻ സീരിയൽ ഏതോ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നോർമലി നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ള ടൈപ്പ് ഒരു വീടാണ്. ശരിക്കും നമ്മളുടെ ടൈപ്പല്ല, ഇന്തോനേഷ്യയിലുള്ള നോർമൽ ഉള്ളൊരു വീട് പോലെയാണ്. പക്ഷേങ്കിൽ കടലിന് മേലെയാണ് എന്നുള്ളത് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് ഇവരുടെ ബെഡ്റൂം, കുട്ടികളുടെയൊക്കെ റൂമാണ്. കണ്ടങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുള്ള മറ്റു വീടുകളിൽ വെച്ചിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ ഇവരുടെ ഒരു വീട്. അതിൻ്റെ വീണ്ടും മുമ്പോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ ഇങ്ങനെ അടുത്തൊരു പോർഷൻ ചെറുത് വരുന്നുണ്ട്. അതിൻ്റെ ഇവിടുന്ന് മേലോട്ടേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് ഒരു തട്ട് പോലത്തെ ഒരു മേഖല വരുന്നുണ്ട്. ആ തട്ടിൻ്റെ മേലെ എന്താ ഉള്ളതെന്നുള്ളത് തട്ടിൻ്റെ മേലെ കയറിയാലും നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഓ മൈ ഗോഡ്, ഇത് ഇവിടെ നിന്നുണ്ടല്ലോ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ല നിങ്ങൾ, നേരെ നമ്മളുടെ കടലിലോട്ട് തുറക്കുന്ന ഒരു വ്യൂ ഇവർക്ക് ഇവിടെ നിന്നുണ്ട് കേട്ടോ. നൈസ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പുറത്തേക്ക് ഇതെങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഇവിടെ പിള്ളേരുടെ റൂം തന്നെയാണ്. അപ്പോൾ ഉണ്ടോ കുട്ടികളുടെ റൂമിൻ്റെ കാഴ്ചയൊക്കെ ഉണ്ടോ.
ബുക്കും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നൈസ്. അത് കഴിഞ്ഞ് നമുക്ക് കിച്ചൺ ഏരിയയിലേക്ക് പോകാവേ. കിച്ചൺ ഏരിയ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് കിച്ചൺ വരുന്നത്. കണ്ടോ, അത് കിച്ചനോട് ചേർന്ന് തന്നെ കഴിക്കാനുള്ള സ്ഥലമുണ്ട്. ഹലോ, ഇതാണ് കേട്ടോ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു ചെറിയൊരു ഹോം സ്റ്റേ ഉണ്ട്. അന്നേരം ഇപ്പോൾ ഹോം സ്റ്റേയിലേക്ക് ആളുകൾ വരുമ്പോൾ അവർക്ക് വേണ്ട ഫുഡൊക്കെ കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ ഇരുന്ന് ഭക്ഷണമെല്ലാം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം നേരെ ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കടലിൻ്റെ ആ ഭാഗത്തേക്കാണ്. ഇവിടെ നിന്നാണ് ഇവർ പാത്രവും മറ്റു കാര്യങ്ങളൊക്കെ കഴുകുന്നത്. പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ തോണിയെല്ലാം ഇവിടെ വന്നെടുക്കും കേട്ടോ. നൈസല്ലേ. ഇതാണ് ഇവരുടെ ടോയ്ലറ്റ് വരുന്നത്. കടലെങ്കിൽ രണ്ട് പലക, അതിൻ്റെ നടുക്കത്തോള. നൈസല്ലേ. അപ്പം ഇതാണ് ഈ ഒരു നാട്ടിലെ അത്യാവശ്യം കുറച്ച് ക്യാഷൊക്കെ ഉള്ള ആളുകളുടെ ഒരു വീട്. ഇങ്ങനെയാണ്. ഇവർക്ക് ഹോം സ്റ്റേ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഹലോ നമ്മ പൂപ്പൂക്ക്. ഓക്കെ, പൂപ്പൂക്ക് എന്നാണ് കേട്ടോ കൊച്ചിൻ്റെ പേര്. നൈസ് നെയിം. ഹോം സ്റ്റേ ഉള്ളതുകൊണ്ടാണ് ഇവരുടെ വീട് ഇതുപോലെ സെറ്റായേക്കുന്നത്. യുവർ റൂം. ഇത് വന്നിട്ട് ഇവൻ്റെ റൂമാണ്. നൈസ്. ഓ, ആളുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ഇതാണ് കേട്ടോ. മൂക്കള ഒലിപ്പിച്ച് കിടക്കുന്നത്. നോ അല്ല കേട്ടോ, ഇവൻ്റെ കൂട്ടുകാരൻ്റെ വീട് അത്. സഫറുദ്ദീൻ. സഫറുദ്ദീൻ്റെ റൂമാണ് ഇത്. ഇതാണ് സഫറുദ്ദീൻ എന്നാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, സഫറുദ്ദീൻ ഇവിടെ ഇല്ല. വേറെ സഫറുദ്ദീനെ കാണണം. ഹായ്. ഇതൊക്കെ വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഹോം സ്റ്റേ. ഓക്കെ, ഹോം സ്റ്റേ. ഇത് അവരുടെ ഹോം സ്റ്റേ അപ്പുറമുണ്ട്. എന്നാൽ ഹോം സ്റ്റേ കൂടി പോയി നമുക്ക് കാണാം. ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്ന ദുദാന്ന് പറയുന്ന ഒരാളുണ്ട്. ആ പുള്ളിയുടെ വേറൊരു കഥയുണ്ട്, അത് ഞാൻ പറയാം, പിന്നെ പറയാം. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഈ ഒരു ഹോം സ്റ്റേ കണ്ടിട്ടാണ് ശരിക്കും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ ഇപ്പോൾ അത് എന്താ പറയുക, ഫുള്ളായിരുന്നു ഞാൻ വന്ന സമയത്ത്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റിയില്ല. ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറുകയാണ് കേട്ടോ ചെയ്തത്. ഓക്കെ, ദിസ് ഈസ് ഹോം സ്റ്റേ. ഇതാണ് ഇവരുടെ ഒരു സെൻട്രൽ ഹാൾ ഇവിടെയുണ്ട്. അതുകൂടാതെ റൂം ഇങ്ങനെയാണ് റൂം ഉണ്ടാവുക. ഇവിടെ ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രോപ്പർ നമ്മൾ ഇവിടെയുള്ള ഒരു ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് കാണുന്ന രീതിയിലുള്ള ഇത്രയും എന്താ പറയുക ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യത്തിൽ ഉണ്ടാക്കിയേക്കുന്ന ഹോം സ്റ്റേ. ശരിക്കും ഇവിടുത്തെ വ്യൂ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര നൈസാണ്. ഇവിടെ വന്ന് പുറത്തേക്ക് ഇങ്ങനെ കസാരയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. അതുകൂടാതെ ഇതുണ്ട്, വെള്ളത്തിലോട്ട് എടുത്ത് ചാടാൻ വേണ്ടിയിട്ട് വേറെ ചെറിയൊരു ഫ്ലോറൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൈസ്. ചാന്ദിക്. നൈസ്. ഇതിവിടെയുള്ള ഹലോ, ഹൗ ആർ യു? ഓക്കെ, ഐ ആം ഗുഡ്. Where are you from? Republic Czech. Okay. Nice to meet you. Yeah, you do a promotion. Not promotion, I'm making travel videos. Okay. YouTuber. You're a YouTuber? Yeah. Ah, I'm from India. you're from India? Yeah. You stay next to me or where? I'm staying in another place. Okay. Okay. Nice to meet you. Enjoy your days. അപ്പം ഇങ്ങനെയാണ് ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. ഫുള്ളാണ്. ഈ മുറി ഇന്നെങ്ങാണ്ടും ആയിരിക്കും ഒഴിവായതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു പിള്ളേരുടെ പാട്ടും കാര്യങ്ങളും. നമ്മൾ വീട് കാണാൻ വന്ന നമ്മളെ ഹോം സ്റ്റേയും കണ്ടു, വീടും കണ്ടു. ഇനിയിപ്പം അടുത്ത ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വീട് നമുക്ക് പോയി കാണാവേ. നടക്കുന്ന വഴിയിലുണ്ടല്ലോ ഇവിടുത്തെ ഒരു കുരുന്ന് ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടുത്തെ പിള്ളേരുടെ കയ്യിൽ കളിപ്പാട്ടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ പിള്ളേരുടെ കയ്യിലും ഞാൻ ഇതുപോലെ ഒരു ചൂണ്ടയും ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അവരുടെ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ പിടിക്കൽ തന്നെയാണ് കേട്ടോ. കിട്ടി കേട്ടോ നമുക്ക്. അതൊരു മീനെ പിടിച്ചിട്ട് വന്നിട്ടാ കേട്ടോ. അത്യാവശ്യം വലിയ മീനാ. കണ്ടാ ഇപ്പം പിടിച്ചതാ. എന്ത് സിമ്പിളായിട്ടാണ് പിള്ളേരൊക്കെ ഇവിടെ മീൻ പിടിക്കുന്നത് കണ്ടെങ്കിൽ. നൈസ് അല്ലേ. ഇവിടെ ഞാൻ നടക്കുന്ന വഴിയിൽ എന്തോ ഒരു കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചോറ് എന്തോ ഒരു മസാല ഇട്ടിട്ട് ആക്കുകയാണ്. നൈസ്. എന്തോ ഒരു സെലിബ്രേഷൻ സംതിങ്. ഹലോ, എന്തോ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ അതാണ് കേട്ടോ. കുറച്ച് ആൾക്കാർ
നോർമൽ അരിയും അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി. കാരണം തേങ്ങ പിഴിഞ്ഞ് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ നാട്ടിൽ തെങ്ങില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കടലിലല്ലെങ്കിലും തെങ്ങുണ്ടാവില്ല. ഈ നാട്ടിലൊരു മരം പോലും ഇല്ലേ. ഇവിടുത്തെ ഈ ഒരു വീട് കണ്ടോ, അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ട് ആ കടലിന് മേലെയുള്ളൊരു വീട്. പക്ഷേ എങ്കിൽ കയറി കാണാൻ ചോദിക്കാനായിട്ട് വീടിന് മുമ്പിലൊന്നും ആരെയും കാണുന്നില്ല കേട്ടോ. അതിനോട് നേരെ ഇപ്പുറത്ത് തന്നെ കണ്ടോ നിങ്ങൾ, അതും ഒരു വീടാണ്. അതുകൂടാതെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആ സൈഡിൽ കാണുന്ന അതും ഒരു വീടാണ് കേട്ടോ. ഒരുപാട് വീടുകളുണ്ട്. ഇനി നമുക്ക് കാണാനുള്ള വീടുണ്ടല്ലോ, ഇതാണ്. ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നാസി എന്നാണ് കേട്ടോ ചോറിനോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിലോട്ട് കയറുമ്പോൾ ആദ്യമേ ബാമ്പു ആണ്. അത് കഴിഞ്ഞിട്ട് ബാമ്പുവിൻ്റെ ഒരു ഫ്ലോറ്, ദെൻ ഇങ്ങോട്ട് അകത്തോട്ട് കയറുമ്പോൾ നമ്മളുടെ മരത്തിൻ്റെ ഫ്ലോറാണ് കേട്ടോ ഉള്ളിൽ വരുന്നത്. അപ്പോൾ കവർ ഓക്കെ, ഈ ചേച്ചിയുടെയാണ് കേട്ടോ ഈ വീട്. ഒരു സെൻട്രൽ ഹാള് പോലത്തെ ഒരു ഭാഗമാണ് ആദ്യമേ വരുന്നത്. ശേഷം ഇതെല്ലാം വലിയ ഒറ്റ ഹാള് സെപ്പറേറ്റ് ചെയ്തേക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ TV കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വന്നിട്ട് ഒരു റൂമാണ് ഇവരുടെ. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇവരുടെ കിച്ചൺ വരുന്നത് കേട്ടോ. കിച്ചൺ ഏരിയ, അതായത് വർക്ക് ഏരിയ എന്ന് പറയില്ലേ, വർക്ക് ഏരിയയൊക്കെ ഉണ്ടല്ലോ. ഇവിടെയെല്ലാം ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെയൊക്കെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നേരെ ഓപ്പൺ ആകുന്നത് കണ്ട ഞങ്ങൾ വെള്ളമൊക്കെ വെച്ചേക്കുന്നതാണ്. പാത്രമൊക്കെ കഴുകുന്ന ഈ ഫുഡൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്, അല്ല പച്ചക്കറിയൊക്കെ മുറിക്കുക, മീൻ മുറിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇത് നേരെ കടലിലോട്ട് തന്നെയാണ് കേട്ടോ ഓപ്പൺ വരുന്നത് എല്ലാം. ഈ ഒരു വീട് വന്നിട്ട് മരത്തിൻ്റെ അതുപോലെ തന്നെ കോൺക്രീറ്റ് തൂണിൻ്റെ മേലെയാണ്. ഹലോ എൻ്റെ ഒരു കൊച്ച് നാസി അപ്പാ കവർ. ആ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ ചോറ് കഴിച്ചോട്ടെ. കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇതാണ് ഇവരുടെ ഒറിജിനൽ വർക്കിംഗ് കിച്ചൺ എന്ന് പറയുന്നത്. കണ്ടോ, കിച്ചണിൻ്റെ ഗ്യാസ് അടുപ്പാണ് യൂസ് ചെയ്യുന്നതെന്നല്ലോ. അതെ, ഗ്യാസിൻ്റെ അടുപ്പാണ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ട് ഇത് ബാമ്പ് കൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് വേസ്റ്റൊക്കെ കളയാനും ഇവിടെ നിന്ന് ഇവർ യൂസ് ചെയ്യും. പാത്രമൊക്കെ കഴുകുന്ന ഇവിടെ നിന്നായിരിക്കും. അപ്പോൾ ആ ഒരു തുളവഴിയൊക്കെയാണ് താഴോട്ടേക്ക് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ ഓപ്പൺ ആകുന്നത് ഇവരുടെ ഈ ഒരു ഏണിയിലേക്കാണ് കേട്ടോ. ഈ ഏണി വഴി നമുക്ക് നേരെ ഇത് ഇവരുടെ തോണിയോ ബോട്ടോ എന്തെങ്കിലും ആയിരിക്കണം, അതിലേക്ക് പോയി ഇറങ്ങാം. സാധനങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിലും ഇങ്ങനെ കൊണ്ടുവരാം. അവിടെയും അതുണ്ട. അതുപോലെ അപ്പുറത്തെ വീട്ടിലും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവർ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറമായിട്ട് തൊട്ടായിട്ട് വേറൊരു വീട് കൂടി ഉണ്ട്. ഒക്കെ ആൾതാമസമുള്ള വീടാണ് കേട്ടോ. ഹലോ ഓക്കെ, ഞാനിപ്പോൾ ചോദിച്ചേക്കുന്ന സാധനം കറക്റ്റാണ്. ഞാൻ വീണ്ടും തർജ്ജിമ മാറ്റിയപ്പം അവർ ഈ ചേച്ചീനെ വിളിച്ചിട്ട് എന്നെ കാണിക്കുക കേട്ടോ ചെയ്തത്. താങ്ക് യു തെരമക്കാശി. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു വീടുള്ളത്. കണ്ടില്ലേ നിങ്ങൾ? ഈ ദ്വീപിൻ്റെ പടിഞ്ഞാറൻ അതിർത്തി ഏറ്റവും അറ്റത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും അവസാനത്തെ വീട് ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെ ഇവർ അടിയിൽ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം പുറത്ത് ആണ് ഇവരുടെ അടുക്കള വരുന്നത്. ഇവിടെ ട്യൂണ ഫിഷ് ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫിഷ് ട്യൂണ. ഓക്കെ, നൈസ്. നല്ല ചൂടാണ്, അതിൻ്റെ കൂടെ നല്ല പുകയെ. ബക്കറ്റിൽ മുറിച്ച് ട്യൂണേനെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും മറ്റ് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. വേറെ കാര്യമായിട്ടുള്ള മസാലകളൊന്നുമില്ലേ. നൈസ്. ഇവിടെ ഇവരുടെ വീടുണ്ട്. പക്ഷേ പല വീടുകളിലേക്കും എനിക്ക് കയറി കോട്ടയെന്ന് ചോദിക്കാനൊരു മടിയൊക്കെ ഉള്ള പോലെ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെ നോർമലി അങ്ങനെ ഒരു നാണമൊന്നും ഉണ്ടാവാത്തതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറച്ച് 2-3 വീടൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു നാണം വന്നു തുടങ്ങി. എന്താണോ എന്തോ. ഇങ്ങനെയാണ് കേട്ടോ ബജോ ട്രൈബ് എന്ന ഈ ഒരു വിഭാഗത്തിൻ്റെ നാട്ടിലെ പലതരത്തിലുള്ള വീടുകളുടെ കാഴ്ചകൾ കേട്ടോ. ഇനിയുണ്ടല്ലോ, ഇവർ മിനിറ്റുകളോളം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ മുങ്ങിക്കിടന്ന് മീൻ പിടിക്കുന്ന കാഴ്ച കാണേണ്ടതായുണ്ട്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.